Hello friends, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. ഇപ്പോൾ ഫ്രൈ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ പേടിയാണ്. എല്ലാവർക്കും കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് എണ്ണയിലൊക്കെ ഇട്ട് വറുത്ത് കഴിക്കാനായിട്ട് ഭയങ്കര പേടിയാണ്. പക്ഷേ എന്നാൽ ചിക്കൻ ഫ്രൈ കഴിക്കാനും എല്ലാവർക്കും തന്നെ ഇഷ്ടവുമാണ്. അപ്പം നമുക്ക് ഇത് ഈ ചിക്കൻ ഫ്രൈ ഞാൻ ഉണ്ടാക്കുന്നത് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ്. പൊട്ട് എണ്ണയിലും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചിക്കൻ ഫ്രൈയുടെ കൂടെ നമുക്ക് കഴിക്കാനുള്ള ചട്നി അതുപോലെ തന്നെ ഹുമ്മൂസ് ഒക്കെ റെസിപ്പികൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, കാണാത്തവരാണെങ്കിൽ കണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് 750 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞെടുക്കണം. ചിക്കൻ്റെ പുറത്ത് വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒരു കിച്ചൺ ടിഷ്യൂ, കിച്ചൺ ടവൽ കൊണ്ട് അതെല്ലാം ഒന്ന് വൈപ്പ് ചെയ്ത് കളയണം. മസാലയെല്ലാം ചിക്കനിൽ നല്ലതുപോലെ പിടിച്ച് കിട്ടാൻ വേണ്ടി ചിക്കൻ കഷ്ണങ്ങളെ പുറത്ത് കത്തി കൊണ്ട് നീളത്തിലൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന തീരെ നൈസായിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കരുത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ മിക്സിയിലിട്ട് ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ്. ഇതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ സാധാരണ എരിവെള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കണം. തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുളി കുറഞ്ഞ തൈര് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ നാരങ്ങ നീരും കൂടി ഇതിൽ ചേർത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി 1 ടേബിൾ സ്പൂൺ കയ്യിലെടുത്ത് നന്നായിട്ട് തിരുമ്മിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ചേർക്കുന്ന ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചേർക്കുമ്പോൾ ചിക്കൻ ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും കിട്ടും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്ത സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാൻ വിട്ടുപോയതാണ്. ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണക്ക് പകരമായിട്ട് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചിക്കൻ കഷ്ണങ്ങളിൽ തേച്ച് പിടിപ്പിക്കണം. ചിക്കൻ കഷ്ണങ്ങളുടെ എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക വിധത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മസാല എല്ലാം ചിക്കനിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെക്കാനുള്ള സൗകര്യത്തിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മളിത് നേരത്തെ ചേർക്കാൻ മറന്നുപോയതാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മസാലയെല്ലാം പുരട്ടിയെടുത്ത ചിക്കൻ മൂടി ഒരു 2 മണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ മസാല എല്ലാം ചിക്കനിലും നല്ലപോലെ പിടിച്ച് കിട്ടും. കൂടുതൽ സമയം വെക്കാനാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ചിക്കൻ മസാല എല്ലാം പുരട്ടി വെച്ചിട്ട് 2 മണിക്കൂറെല്ലാം കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് എയർ ഫ്രയറിൻ്റെ അകത്തേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ കുത്തി നിറച്ചൊന്നും വെക്കരുത്. അത് ഒന്നിൻ്റെ പുറത്ത് ഒന്ന് വരത്തക്ക വിധത്തിലും വെക്കരുത്. ഇതുപോലെ ഓരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുത്താൽ മതി. ചിക്കൻ കഷ്ണങ്ങളൊക്കെ എയർ ഫ്രയറിൽ വെച്ച് കഴിഞ്ഞ് ഇത് മൂടി കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. 150 ഡിഗ്രി ടെമ്പറേച്ചറിൽ 15 മിനിറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത്രയും സമയം കൂടെ നല്ല പാകത്തിന് കുക്കായിട്ട് കിട്ടും. ചിക്കൻ വെച്ചിട്ട് 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞ്
ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ എൻ്റെ പുറമെല്ലാം നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആകെ 1 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെഡിയായ ചിക്കൻ ഫ്രൈ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ ഫ്രൈയുടെ കൂടെ കൂട്ടി കഴിക്കാനുള്ള സാലഡ്, ഗ്രീൻ ചട്നി, ഹുമ്മൂസ് ഇവയെല്ലാം നമ്മളെ ചാനലിൽ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ കൊടുക്കാം. അതൊന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം നല്ല അടിപൊളി റെസിപ്പികളാണ്. അപ്പോൾ ഹെൽത്തി ചിക്കൻ ഫ്രൈ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുകാരൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ സിമ്പിൾ ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്